Hi, hello, good morning. Welcome back to Easy Crack UGCNET Computer Science Malayalam Channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രാഫ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഗ്രാഫും അതിൻ്റെ ടെർമിനോളജീസൊക്കെ നമ്മൾ പഠിച്ചു, അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്താണെന്നൊക്കെ പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഗ്രാഫിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ഗ്രാഫിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ സ്റ്റാക്കൊക്കെ പഠിച്ച സമയത്ത് സ്റ്റാക്ക് അറേ ഇംപ്ലിമെൻറ്റേഷൻ, ലിങ്ക്ഡ് ലിസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ക്യൂവും അറേ ഇംപ്ലിമെൻറ്റേഷൻ, ലിങ്ക്ഡ് ലിസ്റ്റ്, അങ്ങനെ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഗ്രാഫിനെയും നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിന് മുന്നേ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഈസി ക്രാക്ക് UGCNET കമ്പ്യൂട്ടർ സയൻസ് മലയാളം ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒരു പോസിറ്റീവ് കാര്യമാണ് നിങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളത്. ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം, എങ്ങനെയാണ് ഗ്രാഫിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഗ്രാഫിനെ നമ്മൾ രണ്ട് ടൈപ്പ്, നമുക്ക് എങ്ങനെ അഡ്ജസൻസി മെട്രിക്സ് ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, അതേപോലെ തന്നെ അഡ്ജസൻസി ലിസ്റ്റായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു മെട്രിക്സ് അല്ല, ടു ഡയമെൻഷണൽ മെട്രിക്സ് ആയിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, 2 ഡയമെൻഷണൽ. ഓക്കെ, അപ്പോൾ അതിനെന്തുണ്ടായിരിക്കും, റോയും ഉണ്ടായിരിക്കും, കോളംസും ഉണ്ടായിരിക്കും. എക്സാമ്പിൾ, നമുക്കൊരു ഗ്രാഫ് ഒന്ന് എക്സാമ്പിളായിട്ട് വരയ്ക്കാം. അതായത് ഇപ്പോൾ ഞാനൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്, 0. ഓക്കെ, അപ്പോൾ ഇതിൽ ഓക്കെ അങ്ങനെയോ ഒന്ന് വരയ്ക്കുകയാണ്. ഓക്കെ ഓക്കെ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് വരച്ചു. അപ്പോൾ നമുക്കിതിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ മെട്രിക്സിൽ റോ ആൻഡ് കോളമാണ്. അപ്പോൾ ഇതിൽ നമുക്കറിയാം വേർട്ടീസസ് ഏതൊക്കെയാണ്. വേർട്ടീസസ് എന്ന് പറയുന്നത് നമുക്കറിയാം 0, 1, 2 and 3 ആണ് വേർട്ടീസസ്. ആൻഡ് എഡ്ജസ് ഉണ്ട് അല്ലേ. സോ വേർട്ടീസസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ റോസും കോളംസും. അപ്പോൾ അഡ്ജസൻസി മെട്രിക്സിൻ്റെ അകത്ത് റോസും കോളംസും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏതാണ്, വേർട്ടീസസ് ആണ്. അപ്പോൾ നമുക്കിവിടെ എത്ര വേർട്ടീസസ് ഉണ്ട്, 0, 1, 2, 3. ഓക്കെ, അതേപോലെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 0, 1, 2, 3. അപ്പം നമുക്ക് ഒരു 4x4 മെട്രിക്സ് കിട്ടും, 4x4 മെട്രിക്സ് കിട്ടും. ഓക്കെ, ഇത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് 0 തന്നെ എഡ്ജ് ഉണ്ടോ, ഇല്ല. സോ അവിടെ നമ്മൾ എന്ത് കൊടുക്കുക, 0 എന്ന് പുട്ട് ചെയ്യുന്നു. ഓക്കെ, 0 എന്ന് റൈറ്റ് ചെയ്യുന്നു. ഓക്കെ, എഡ്ജ് ഉണ്ടെങ്കിൽ 1ഉം ഇല്ലെങ്കിൽ എന്താണ് നമ്മൾ കൊടുക്കുക, 0യും. അപ്പോൾ 0 1ലേക്ക് എഡ്ജ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 1. 0 2ലേക്ക് ഉണ്ട്, 1. 0 നമുക്ക് എന്താ അറിയാം, 3ലേക്ക് ഒരു എഡ്ജ് ഉണ്ട് അല്ലേ, 3ലേക്ക് ഒരു എഡ്ജ് ഉണ്ട്. സോ അത് എന്തായി, അപ്പം 1. ഓക്കെ, ഇനി നമ്മൾ 1 ഇങ്ങനെ നോക്കുക, 1 0ലേക്ക് ഉണ്ടോ, 1 0ലേക്ക് ഉണ്ടോ, ഉണ്ട്. 1 1ലേക്ക് ഉണ്ടോ, ഇല്ല. 1 2ലേക്ക് ഉണ്ടോ, ഇല്ല. 1 3ലേക്ക് ഉണ്ടോ, ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ്. അപ്പം 2 0 നമ്മൾ ഇതാണ് നമ്മൾ I × J എടുക്കാറില്ലേ, അതേപോലെ തന്നെ I ഇത് J. അപ്പം 2 0 എന്ന് പറഞ്ഞാൽ 2 0ലേക്ക്, 2 0ലേക്ക് ഉണ്ടോ, ഉണ്ട്. 2 1ലേക്ക് ഉണ്ടോ, ഇല്ല. 2 2ലേക്ക് ഉണ്ടോ, ഇല്ല. 2 3ലേക്ക് ഉണ്ടോ, യെസ്, 2 3ലേക്ക് ഉണ്ട്. ദെൻ 3 0ലേക്ക് ഉണ്ട്, 3 1ലേക്ക് ഉണ്ട്, 3 2ലേക്ക് ഉണ്ട്, 3 3 ഇല്ല. സോ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ആണ് അഡ്ജസൻസി മെട്രിക്സ്. ഇങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. എഡ്ജ് ഉള്ളത് 1 ആയിട്ടും, എഡ്ജ് പ്രസൻ്റ് ആണെങ്കിൽ അതിനെ 1 എന്നും, എഡ്ജ് ഇല്ലെങ്കിൽ നമ്മൾ എന്താ 0 എന്നും ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്കൊരു മെട്രിക്സ് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഗ്രാഫിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ റോസും കോളംസും എന്താണ്, വേർട്ടിസസ് ആണ്. അതിന് ലാർജ് നമ്പർ ഓഫ് എഡ്ജസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു അഡ്ജസൻസി മെട്രിക്സ് വളരെ യൂസ്ഫുൾ ആണ്. ഇപ്പം എഡ്ജസിൻ്റെ എണ്ണം കുറവാണെങ്കിൽ ഇപ്പം നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ 0, 1, 2 ഇങ്ങനെ എഡ്ജിൻ്റെ എണ്ണം കുറവാണെങ്കിൽ നമുക്ക് എന്താ എൻട്രീസൊക്കെ എംറ്റിയോ, 0 എന്ന് പറയുന്ന പൊസിഷൻ കൂടുതലായിരിക്കും. ഇപ്പോൾ നോക്കിക്കേ, 0, 1, 2 മാത്രമേ ഉള്ളൂ. ഇവിടെ 0, 1, 2. അപ്പോൾ 0 0ലേക്ക് ഇല്ല, 0 1ലേക്ക് ഉണ്ട്, 0 2ലേക്ക് ഇല്ല, 1 0ലേക്ക് ഉണ്ട്, 1 1ലേക്ക് ഇല്ല, 1 2ലേക്ക് ഉണ്ട്. ഓക്കെ, ദെൻ 2 0ലേക്ക് ഇല്ല, 2 1ലേക്ക് ഉണ്ട്, 2 0ലേക്ക് ഇല്ല. അപ്പോൾ നമ്പർ ഓഫ് സീറോസ് ഇങ്ങനെ കൂടും എന്ന സമയത്ത് നമുക്ക് എന്തല്ല, അതായത് എഡ്ജ് പ്രസൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് വേസ്റ്റേജ് ഓഫ് മെമ്മറിയാണ്, കുറേ എംറ്റി സ്പേസസ് വരുന്നുണ്ട്. ബട്ട് ഇൻ ദി കേസ് ഓഫ് ലാർജ് നമ്പർ ഓഫ് എഡ്ജസ് പ്രസൻ്റ് ആണ്, നമുക്ക് ലൂപ്പായിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, സെൽഫ് ലൂപ്പൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇതിൽ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അഡ്ജസൻസി മെട്രിക്സ് ആണ് ഏറ്റവും
suitable. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് അഡ്ജസൻസി ലിസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ നമുക്കിനി അഡ്ജസൻസി ലിസ്റ്റ് എങ്ങനെ നമുക്ക് ചെയ്യാം നോക്കാം. അപ്പോൾ നമ്മൾ ഇതേ ഗ്രാഫിനെ വരയ്ക്കുകയാണ് കേട്ടോ. ഇങ്ങനെയായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിതിന് 0, 1, 2, 3 വേർട്ടീസസ് ഉണ്ട്, 4 വേർട്ടീസസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിന് എഡ്ജസ് വരയ്ക്കുകയാണ്. ഓക്കെ, എനിവേ അപ്പം 0 1 എഡ്ജ് ഉണ്ട്, 0 2 ഉണ്ട്. ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ അഡ്ജസൻസി മെട്രിക്സിൽ ഇതേ സെയിം ഗ്രാഫ് അഡ്ജസൻസി മെട്രിക്സിൽ എങ്ങനെ വരച്ചു, അതേപോലെ നമ്മൾ അഡ്ജസൻസി ലിസ്റ്റിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഗ്രാഫിനെ നമുക്ക് നോക്കാം. സോ നമ്മൾ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് ലിങ്ക്ഡ് ലിസ്റ്റായിട്ടാണ് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മറ്റെന്തായിരുന്നു മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ആയിരുന്നു അല്ലേ. അപ്പോൾ ഇത് ലിങ്ക്ഡ് ലിസ്റ്റ് റെപ്രസെൻറ്റേഷനാണ്. അപ്പം നമ്മൾ 0 എന്ന് പറഞ്ഞ ഒരു നോഡ്, 0 എന്ന് പറഞ്ഞ നോഡ് അതിന്ന് എവിടേക്കൊക്കെ ലിങ്ക് പോകുന്നുണ്ട്, 0 1 ലിങ്ക് പോകുന്നുണ്ട് അല്ലേ. 0 to 1 ഉണ്ട്, ദെൻ 0 എവിടേക്കാണ് ഉള്ളത്, 0 2 ഉണ്ട് അല്ലേ, 0 2 ഉണ്ട്, ദെൻ എവിടേക്കുണ്ട് 0 3 ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വരച്ചു, എന്താക്കി ലിങ്ക്ഡ് ലിസ്റ്റ് റെപ്രസെൻറ്റേഷൻ വരച്ചു. ദെൻ നെക്സ്റ്റ് നോഡ് എടുക്കുകയാണ്, നെക്സ്റ്റ് വേർട്ടെക്സ് എടുക്കുകയാണ് 1 0 ഉണ്ട് അല്ലേ, 1 0 എഡ്ജ് ഉണ്ട്, 1 3 ഉണ്ട് അല്ലേ, 1 3 ഉണ്ട്, 1 2 ഉണ്ടോ ഇല്ല, കഴിഞ്ഞു, 1 2 എഡ്ജേ ഉള്ളൂ അല്ലേ. ദെൻ നമ്മൾ 2ൻ്റെ കേസ് എടുക്കുകയാണ്. 2ൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 2 എവിടേക്കാണുള്ളത്, 2 0 3 ആണുള്ളത് അല്ലേ. 0 3 നമ്മൾ ഒരു നോഡ് വരച്ചു, കണക്ട് ചെയ്തു. ദെൻ 3 ഇനി എന്താ ഉള്ളത്, 3 എന്ന് പറഞ്ഞ നോഡ് എടുത്തു, 3 എന്ന് പറഞ്ഞ വേർട്ടെക്സ് എടുത്തു. 3 എവിടേക്കൊക്കെ ഉണ്ട്, 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട് അല്ലേ. 0 1 2 എന്തുണ്ട്, എഡ്ജ് ഉണ്ട്, 0 1 and 2. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ ലിങ്ക്ഡ് ലിസ്റ്റ് റെപ്രസെൻറ്റേഷൻ ആണ് നമ്മുടെ അഡ്ജസൻസി ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ 2 ടൈപ്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ ആണ് പഠിച്ചത്, അഡ്ജസൻസി മെട്രിക്സും അഡ്ജസൻസി ലിസ്റ്റും. അപ്പം നമുക്കൊരു ഗ്രാഫ് തന്നിട്ട് താഴെ പറയുന്നത് ഏതാണ് അഡ്ജസൻസി മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഗിവൺ ഗ്രാഫ് എന്ന് ചോദിക്കുക, ABCD തന്നിട്ട്, അല്ലെങ്കിൽ എന്ത് പറയും, ഏതാണ് ലിങ്ക്ഡ് ലിസ്റ്റ് റെപ്രസെൻറ്റേഷൻ, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഇത് നമ്മൾ ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ തന്നെയാണ്. സോ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ECCRAC UGCNET കമ്പ്യൂട്ടർ സയൻസ് മലയാളം ചാനൽ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് പറയും, ഗ്രാഫ് ട്രാവേഴ്സൽ ഓപ്പറേഷൻസ് പറയാമല്ലോ, സാധാരണ സ്റ്റാക്കിൻ്റെ ഓപ്പറേഷൻസ് പുഷ് പോപ്പ് പറഞ്ഞ പോലെ ഗ്രാഫിൻ്റെ ഓപ്പറേഷൻ, ഗ്രാഫ് ട്രാവേഴ്സൽ. ട്രീ നമ്മൾ എന്താ പറഞ്ഞാൽ ട്രീ ട്രാവേഴ്സലായിരുന്നു, ഇൻ ഓർഡർ, പ്രീ ഓർഡർ, പോസ്റ്റ് ഓർഡർ. സോ ഗ്രാഫിൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്ത് പഠിക്കാൻ പോവുകയാണ്, ട്രാവേഴ്സൽ, BFSും ആൻഡ് DFSും. Breadth first search, depth first search. So, thank you.